കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു, പിടിക്കുന്നു, അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ ഒരു ചെറിയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു കേരള പോലീസിന്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എവിടുന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത്? ആരാണിത് ട്രാഫിക് ചെയ്യുന്നത്? ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടുന്നാണ് മുളപൊട്ടി വരുന്നത്? ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത്? അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെ. ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ പറയുന്നത് കേട്ടു, പഠന വിധേയമാക്കണം. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. 9 കൊല്ലമായില്ലേ പഠിക്കുന്നത്? ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ പത്തി വിടർത്തി ആടുകയാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. ഇതിനെല്ലാം സർക്കാരിന്റെ ഒത്താശയുണ്ട്. 4 മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ 2 വർഗീയവാദികൾ, 2 DYFI. നിങ്ങൾ കേരളത്തിലെ കണക്ക് നോക്കും. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഉന്നതരായിട്ടുള്ള പല ആളുകളും ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. CPMന്റെ പല ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇത്തരം സംഘങ്ങളെ വഴിവിട്ട് സഹായിക്കുന്നു. എത്രയെത്ര കേസുകൾ നമ്മുടെ മുമ്പിൽ വന്നു. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. സർക്കാർ എന്ത് അന്വേഷണം നടത്തുന്നത്? മതഭീകരവാദ ശക്തികൾ ഒരു വശത്ത് ഇതിന് നേതൃത്വം നൽകുന്നു, ഭരണകക്ഷിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതിന് ലഭിക്കുന്നു. കേരളം ജീവിക്കാൻ കഴിയാത്ത നാടായി കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ മാറ്റി. ശക്തമായ നടപടി ഉണ്ടായെങ്കിൽ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയുമുണ്ട്. ഇന്നും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു, മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള പിന്തുണയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഒരു തരത്തിലും നടപടിയെടുക്കുന്നില്ല. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഭാവി തലമുറയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ ശരിയായ നിലയിലുള്ള പ്രചാരണവും സമരവും ആരംഭിക്കുകയാണ്. ഈ 8-ാം തീയതി വനിതാ ദിനത്തിൽ ഞങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ച് സ്ത്രീകളെ അധികം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയത്തിൽ ജാഗ്രതയും ബോധവൽക്കരണവും പ്രതിഷേധവും ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. 100% ഞാൻ യോജിക്കുന്നു. എത്ര കുട്ടികൾ മരിച്ചു കേരളത്തിൽ? എത്ര സ്കൂൾ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് രാസലഹരിയുള്ള മയക്കുമരുന്നുകൾ കണ്ടെത്തി? എന്തുമാത്രം കോൾഡ് ബ്ലഡഡ് കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഇതുവരെ നാം കേരളത്തിൽ കണ്ടിട്ട് ഇത്രയും വലിയ ഇങ്ങനത്തെ കൊലപാതക രീതികൾ. 6-ാം ക്ലാസ്സുകാരനും 7-ാം ക്ലാസ്സുകാരനും വന്ന് പരിശീലനം കിട്ടിയതുപോലെയുള്ള കുട്ടികളായിട്ട് മാറിയിട്ട് അവർ ഇടിക്കട്ട കെട്ടി തലച്ചോറ് അടിച്ച് പൊട്ടിച്ചിട്ട് താഴെ ഇടുന്നു. തലച്ചോറ്. തിരുവനന്തപുരത്ത് കാമുകിയെ കൊന്നു, അനിയനെ കൊന്നു, അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചു. എത്ര കൂളായിട്ടാണ് അയാൾ ഇറങ്ങിപ്പോകുന്നത്. പോലീസിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ അയാളുടെ മുഖഭാവം നിങ്ങൾ കണ്ടോ? കൊലപാതകം നടത്തുന്നു, ബാറിൽ പോയി മദ്യപിക്കുന്നു, ATM നിന്ന് പണം എടുക്കുന്നു, വേറെ ആൾക്ക് അയച്ചു കൊടുക്കുന്നു, വീണ്ടും ആളെ കൊല്ലുന്നു, മൊബൈൽ ഫോണിൽ സഞ്ചരിച്ചുകൊണ്ട് പോലീസിന് മുമ്പിൽ കീഴടങ്ങുന്നു. ഒരു പരിശീലനവും കിട്ടാതെ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ നടത്താൻ എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒരു തരത്തിലുള്ള സംവിധാനവും ഇവിടെ ഇല്ല. PFI നിരോധനത്തിന് ശേഷം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. PC പിന്നാലെ ഇങ്ങനെ എപ്പോഴും പോകുന്നതിൽ അർത്ഥമില്ല. നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും ഭീഷണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പിന്നാലെയാണ് സർക്കാരും മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും എല്ലാം പോകേണ്ടത്. ഇതുപോലെ ഭയാനകമായൊരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏത് നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ, LP UP സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മൾ
വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. UP സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു. പല കൊലപാതകം വെഞ്ഞാറമൂടിൽ ഒരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ്. അതൊരു സാധാരണ സംഭവമല്ല. വിദഗ്ധമായ പരിശീലനം എവിടുന്നോ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഏത് UP സ്കൂളിന് മുമ്പിലും MDMA ഉൾപ്പെടെയുള്ള രാസ മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു. ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ്. ഏത് LP UP സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു. വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.